മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ ഏറ്റവും സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും നമ്മുടെ സോയാബീൻ ഉപയോഗിച്ചിട്ട് റെഡിയാക്കുന്നതായതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നോൺ വെജിന്റെ ടേസ്റ്റ് പോലെ തന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഇരിക്കുകയും ചെയ്യും. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. അതിനായിട്ട് ആദ്യം തന്നെ സോയാബീൻ ഒന്നങ്ങ് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1 കപ്പ് സോയാബീനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ സോയാബീനാട്ടോ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചപ്പോഴേക്കും സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് ഒന്നുങ്ങ് അരിപ്പയിലൂടെ ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിൽ ശരിക്കും ഒന്നുങ്ങ് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് സോയാബീനിലെ വെള്ളമൊക്കെ ശരിക്കും ഒന്ന് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴും കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും നന്നായിട്ട് പിഴിഞ്ഞ് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ എത്തിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആകെ അങ്ങ് പൊടിഞ്ഞു പോരും. മാത്രമല്ല ഒട്ടും ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റുകയില്ല. ഇനി പൊടിച്ചു വെച്ച നമ്മുടെ സോയാബീനിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ മീഡിയം വലിപ്പമുള്ള 2 സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ 2-3 ബ്രെഡ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ച് അത് ചേർത്ത് മിക്സ് ആക്കി എടുത്താലും മതിയാവും. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സാധാരണ കട്ട്ലേറ്റിന് മസാലയൊക്കെ വഴറ്റിയിട്ടാണല്ലോ മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ടാതെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. എന്ന് കരുതി ഒരുപാട് കനത്തിൽ ആയി പോകരുത്. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കനത്തിലാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കോട്ടിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയിലേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാവേ. ഒരു 4-5 ബ്രെഡ് മിക്സിയുടെ ജാറിൽ ഒന്നങ്ങ് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ മിക്സും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്തും കൂടി എടുക്കാം. ഈ ഷേപ്പിൽ തന്നെ മിക്സ് റെഡിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുട്ടി കുട്ടി ബോൾ പോലെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓയിലിലേക്ക് ഇടുമ്പോൾ തന്നെ വെന്ത് വന്നോളും. നല്ല കറുമുറാന്ന് ഇരിക്കുകയും ചെയ്യും. ഞാനിതിവിടെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് കൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ചേർത്ത് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഗ്യാസിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഇതുപോലെ ഒരു വശമൊക്കെ റെഡി ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ആ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെയാട്ടോ നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. കണ്ടതാ, ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ മാത്രം വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ റെഡിയായി കഴിഞ്ഞപ്പോൾ എടുത്തു മാറ്റി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു പ്ലേറ്റ് നിറയെ നമ്മുടെ സോയാബീൻ ഉപയോഗിച്ചുകൊണ്ട് മസാലയൊന്നും വഴറ്റാതെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചൂട് ചായയുടെയും സോസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.